ഹലോ എവരി വൺ, വെൽക്കം ടു എസ് വേൾഡ് അക്കാദമി. വേൾഡ് ഓൺലൈൻ അക്കാദമിയിൽ കേടെക് സോഷ്യൽ സയൻസിന്റെ കാറ്റഗറി 2, കാറ്റഗറി 3 എന്നിവയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടുതൽ അഡ്മിഷൻ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പ് ആയിട്ടോ ടെലഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 8129529102 8129 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മളിവിടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ SCERT പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഓൺലൈൻ റെക്കോർഡർ ക്ലാസ്സുകളുണ്ട്, ഡെയിലി എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ പ്രിന്റഡ് മെറ്റീരിയൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് പ്രിന്റഡ് മെറ്റീരിയൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും എന്നുള്ളതാണ്. അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ലൈവ് ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ കൃത്യമായിട്ടുള്ള സമയങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി 8129 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിന്റെ കാറ്റഗറി 2 കുറിച്ചും കാറ്റഗറി 3 കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി കേട്ടിട്ട് ഫിസിക്കൽ സയൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8590983112. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഫിസിക്കൽ സയൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റഗറി 2, കാറ്റഗറി 3 അതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഈ നമ്പർ അവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് കേട്ടറ്റ് ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കേട്ടറ്റിന്റെ ക്ലാസ്സുകൾ മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ LPSA, UPSA പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓൾ PSC പരീക്ഷകളായിട്ടുള്ള നമ്മുടെ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക. നമ്മൾ ഇനി ഇതിന് ശേഷം നമ്മൾ സിലബസ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് 2 ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന് കേട്ടറ്റ് സോഷ്യൽ സയൻസിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കേട്ടറ്റ് ഫിസിക്കൽ സയൻസിന്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസുകാർക്ക് സോഷ്യൽ സയൻസിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഫിസിക്കൽ സയൻസുകാർക്ക് ഫിസിക്കൽ സയൻസിന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് കേട്ടറ്റ് കാറ്റഗറി 2 എക്സാം സ്ട്രക്ചർ. അപ്പോൾ നമുക്കിവിടെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ കേട്ടറ്റ് സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന്. നമ്മുടെ LP, UP മേഖലകളിലായിട്ടാണ് നമ്മൾ പരീക്ഷ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം LP, UPയിലൊക്കെ കേട്ടറ്റ് 2, അതുപോലെ തന്നെ ഹൈസ്കൂൾ ലെവലിൽ കേട്ടറ്റ് 3 നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ 2 സെപ്പറേറ്റ് പരീക്ഷയാണ് നമ്മൾ എഴുതേണ്ടത്. കേട്ടറ്റ് 2 അതുപോലെ കാറ്റഗറി 2, അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 3. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് നോക്കാനുള്ളത്, നമുക്ക് ഈ ഒരു കാറ്റഗറി 2ലും കാറ്റഗറി 3ലും പഠിച്ചു വെക്കാനുള്ള സിലബസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാറ്റഗറി 2ൽ നമുക്ക് പഠിക്കാനുള്ളത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, അതുപോലെ ലാംഗ്വേജിൽ മലയാളം, ഇംഗ്ലീഷ്, പിന്നെ തമിഴ്, കന്നഡ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്, സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യൽ സയൻസ്, പെഡഗോജി. അപ്പോൾ ഇവിടെ 3 പേപ്പറായിട്ടാണ് നമുക്ക് വരും. ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, ഒന്ന് ലാംഗ്വേജ്, അതുപോലെ സബ്ജക്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി വിഷയങ്ങളാണ്. അപ്പൊ നമ്മൾ ഇനി കാറ്റഗറി 3യുടെ സിലബസ് കൂടി ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരേ ഭാഗം തന്നെയാണ് എന്നുള്ളത് നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ പ്രധാനമായിട്ടൊക്കെ കേട്ടറ്റ് കാറ്റഗറി 2ൽ നമുക്ക് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് സോഷ്യൽ സയൻസ് ആ ഭാഗത്ത് സബ്ജക്ട് സ്പെസിഫിക് ഭാഗത്ത് ചോദിക്കുന്നത്. അതുപോലെ കാറ്റഗറി 3 8 മുതൽ 10 വരെയുള്ളതാണ്. അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മാർക്ക് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി 30 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വരുന്നത്. അവിടെ 30 മാർക്കിന് പിന്നെ നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ലേണിംഗ് ആൻഡ് പെഡഗോജിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ മൊത്തം 30 മാർക്കാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇനി ആ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ചൈൽഡ് ഡെവലപ്മെന്റ് എലമെന്ററി സ്റ്റൈൽ, ഇവിടെ 15 ക്വസ്റ്റ്യൻസ് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് എന്നുള്ള സിലബസ് ഒന്ന് നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലേണിംഗ്. ഇവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സ്റ്റേറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്, ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, മെച്ചുറേഷൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. നമ്മൾ പറഞ്ഞു ഇവിടെ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നോക്കി പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ചെയ്ത് ഇതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
നിങ്ങൾക്ക് ഇതിന്റെ വിവരങ്ങൾ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇനി അതുപോലെ തന്നെ അടുത്തത് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇംപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ്, അതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്, ടീച്ചേഴ്സ് റോൾ, സോഷ്യലൈസേഷൻ പ്രോസസ്. രണ്ടാമത്തെ പ്രധാന ടോപ്പിക്കാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് കോൺസെപ്റ്റ് ഓഫ് സോഷ്യലൈസേഷൻ, സോഷ്യൽ വേൾഡ് ആൻഡ് ചിൽഡ്രൻ, റോൾ ഓഫ് ഫാമിലി, peers, teachers in the process of socialization, pattern of social development, എറിക്സൺ തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്. ഇനി മൂന്നാമത്തത് വരുന്നത് പിയാഷെ, കോൾബർഗ്, വൈഗോൾസ്കി, കോൺസ്ട്രക്ട് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ്. നമ്മൾ ഇനിയിപ്പോ പറഞ്ഞു കാറ്റഗറി 3യുടെ ഭാഗം നോക്കുമ്പോഴും ഇതേ ഭാഗങ്ങൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വരുന്നത്. ഇവിടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഓഫ് പിയാഷെ, കോൾബർഗ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്, വൈഗോൾസ്കി തിയറി ഓഫ് സോഷ്യൽ കോൺസ്ട്രക്റ്റിവിസം, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. ഈ തിയറികളുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നാലാമത്തെ ടോപ്പിക്കാണ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെന്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. Concept of child centeredness, individual differences, method of teaching and learning, activity methods, concept of progressive education, a role of teacher. അഞ്ചാമത്തത് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ കോൺസ്ട്രക്ട് ഓഫ് ഇന്റലിജൻസ്. ഇവിടെ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ്, തിയറീസ് ഓഫ് ഇന്റലിജൻസ്, ഫാക്ടർ തിയറീസ്, SI മോഡൽ ഓഫ് ഇന്റലക്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, കോൺസെപ്റ്റ് ഓഫ് IQ, ഇന്റലിജന്റ് ടെസ്റ്റ്, അതിന്റെ എക്സാമ്പിളുകൾ ഉണ്ടായിരിക്കും, സ്റ്റാവേഴ്സ് ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പറയുന്ന ഇന്റലിജൻസ് എന്ന ഭാഗമൊക്കെ. ആറാമത്തെ ലാംഗ്വേജ് ആൻഡ് തോട്ട്. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് 6th ടോപ്പിക്കാണ് ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഇവിടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സ്റ്റേജസ്, തിയറീസ്, പിയാഷെ, വൈഗോട്സ്കി, ചോംസ്കി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തോട്ട്, അപ്രോച്ച് ടു ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ഏഴാമത്തത് ജെൻഡർ ആസ് എ സോഷ്യൽ കോൺസ്ട്രക്ട്. ഇവിടെ ഏതൊക്കെയാണ് നോക്കേണ്ടത്? ജെൻഡർ റോൾ, ബയസ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്, ജെൻഡർ ഇക്വാലിറ്റി, ടീച്ചേഴ്സ് റോൾ. ഓക്കെ, അടുത്ത എട്ടാമത്തെ ടോപ്പിക്കാണ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എമംഗ് ലേണേഴ്സ്. ഇൻഡിവിജ്വൽ difference among learners, understanding differences based on diversity of language, caste, gender, community, religion, etc. Individual differences, socio-cultural determinants. And ഒൻപതാമത്തെ 9th topic continuous and comprehensive evaluation. വളരെ പ്രധാനപ്പെട്ടതാണ്. CCE, concept assessment to learning, strategies, cumulative records, anecdote record, portfolio assessment technique, feedback. പത്താമത്തെ 10th topic nature of prior learning, readiness for learning, strategy for assessment, encouraging critical thinking, teachers role. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് വരുന്നത്. ഇവിടെ നോക്കാം അഡ്രസ്സിംഗ് ലേണേഴ്സ് ഫ്രം ഡിവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, ഇൻക്ലൂസീവ്, ഡിസഡ്വാൻറ്റേജ് ആൻഡ് ഡിപ്രൈവ്, LDMR, OPH, സെൻസുറലി ഡിപ്രൈവ്, സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിപ്രൈവ്, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, അഡ്രസ്സിംഗ് ദ നീഡ്സ് ഓഫ് LD. അപ്പൊ പറഞ്ഞു ഇവിടെ നമ്മൾ ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കി പോവുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു ധാരണ ഇതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം, സിലബസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള BEd TTC കോഴ്സുകളിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. പുറത്തുനിന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല, അതിന് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് എക്സെപ്ഷണൽ ചിൽഡ്രൻ, ഗിഫ്റ്റഡ്, ക്രിയേറ്റീവ്, സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ, എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ്, നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡന്റിഫിക്കേഷൻ, റെമഡിയൽ മെഷേഴ്സ്. അപ്പൊ പറഞ്ഞ പോലെ ഇതിന്റെ ഒക്കെ പ്രിന്റഡ് നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇതിന്റെ നോട്ട് കൂടി എന്തായിരിക്കും നമ്മൾ നിങ്ങൾ അഡ്രസ്സിൽ അയച്ചു തരും എന്നുള്ളതാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്നതിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ലേണിംഗ് ആൻഡ് പെഡഗോജി. ഇവിടുന്ന് നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ലേണർ നീഡ്സ്, ഇന്റലക്ച്വൽ, ഇമോഷണൽ, സോഷ്യൽ, ക്രിയേറ്റീവ് നീഡ്സ്, കാറ്ററിംഗ് ടു ദ ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് ലേണേഴ്സ്. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഈ പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ പഠിക്കാനുള്ളത് ക്രിയേറ്റിംഗ് ലേണർ സിറ്റുവേഷൻ, ക്രൈറ്റീരിയ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്, ഡിഫറെന്റ് മോഡ്സ് ഓഫ് ലേണിംഗ്, സോഷ്യൽ ലേണിംഗ്, ബന്ദുരയുടെ ലേണിംഗ് തിയറി കുറിച്ച് പഠിക്കുന്നുണ്ട്, കോഓപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, റോൾ ഓഫ് ടീച്ചർ. അതാണ് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ പഠിക്കാനുള്ളത്. അടുത്തത് കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇമോഷൻ. ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ പെർസെപ്ഷൻ, കോൺസെപ്റ്റ് ഫോർമേഷൻ, തിങ്കിങ്, ഇമാജിനേഷൻ, റീസണിംഗ്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ്, മെമ്മറി, ഇമോഷണൽ ഡെവലപ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കോയിറ്റൻസ്. ഇത്രയും കാര്യങ്ങൾ കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ഇമോഷനിൽ വരുന്നു. അടുത്ത തേർഡ് വൺ മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്. മോട്ടിവേഷൻ ലേണിംഗിൽ ലേണിംഗ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, തിയറീസ് ഓഫ് ലേണിംഗ്, പാവ്ലോ, തോണ്ടെക്, സ്കിന്നർ, ഗാഗ്നെ, ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, കോഹ്ലർ, കോൺസ്ട്രക്റ്റിവിസം, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസ്ബെൽ, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, മോട്ടിവേഷൻ, കോൺസെപ്റ്റ് ടൈപ്പ്, ഇമ്പോർട്ടൻസ് ടു ലേണിംഗ്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ, എബ്രഹാം മാസ്ലോ, മക്ലൻഡ്.
ഇപ്പൊ ഇവിടെ നമുക്ക് ഇനി കേട്ടിട്ട് കാറ്റഗറി 3യിലും ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഒരു സൈക്കോളജി ഭാഗം ടീച്ചിങ് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാമുകൾക്കും എന്തുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടറ്റ് 2, കേട്ടറ്റ് 3, അതുപോലെ തന്നെ മറ്റുള്ള കേട്ടറ്റ് 1ഉം 4ഉം സബ്ജക്റ്റുകളുടെ വിഷയങ്ങളുടെ സൈക്കോളജിയുടെ ഭാഗത്ത് ഇത് പഠിക്കാനുണ്ട്. മാത്രമല്ല നമ്മുടെ HSA പോലുള്ള പരീക്ഷകള്, HST പോലുള്ള പരീക്ഷകളിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, മോട്ടിവേഷണൽ ലേണിംഗിലുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞു. ഇനി ഇത് കാറ്റഗറി 3യിൽ ഇതുപോലെ പഠിക്കാനുണ്ട്. അതുപോലെ പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ട് കോൺസെപ്റ്റ്, അപ്രോച്ച്, ടൈപ്പ്, ട്രൈഡ്, ഔട്ട്പുട്ട്, മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി, പ്രൊജക്റ്റീവ് ആൻഡ് നോൺ പ്രൊജക്റ്റീവ് ടെക്നിക്സ്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ പെഡഗോജി ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയുടെ ഭാഗമായിട്ട് പഠിക്കാനുള്ള 3 ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് ടോട്ടലായിട്ട് വരുന്നത് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് കണ്ടു. ഇനി മലയാളം നിങ്ങൾ നോക്കുക. നമുക്ക് മലയാളം അല്ലെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് 2 പേപ്പറുകളാണ് വരുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇത് ഇവിടെ കാണാൻ പറ്റും. ഏതെല്ലാം ഭാഗം എന്നാണ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതിന്റെയൊക്കെ ഇനി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കൂടുതലായിട്ട് ഈ മലയാളം, ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങൾക്ക് ഏറ്റവും നല്ലത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ എടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ മാത്രം പഠിച്ചാൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മലയാളത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ നോക്കുക, അവതാരണം, അതുപോലെ തന്നെ അവതരണം, പിന്നെ മാതൃഭാഷാ പഠനത്തിന്റെ ബോധനശാസ്ത്രം, 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഭാഷ, സാഹിത്യം, സംസ്കാരം. അപ്പോൾ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ആകെ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതുപോലെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നു. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ വരുന്നു. പെഡഗോജി ഓഫ് ലേണിംഗ് ഡെവലപ്മെന്റ് അവിടുന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാൻ ഏറ്റവും ഈസി. ഈ ഒരു കൃത്യമായിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹിസ്റ്ററി. 60 സോഷ്യൽ സയൻസിന്റെ ഭാഗം. സോഷ്യൽ സയൻസിൽ നമുക്ക് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരുന്നത്. സോഷ്യൽ സയൻസും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പെഡഗോജിയിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് നോക്കാം, ഹിസ്റ്ററിയിൽ നിന്നും 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നു. ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജ്, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, സിവിലൈസേഷൻ, ഈജിപ്ത്, ചൈന, മെസപ്പൊട്ടോമിയ, ഹാരപ്പ, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രേറിയൻ റവല്യൂഷൻ, ക്യാപിറ്റലിസം, സോഷ്യലിസം, ലേബർ മൂവ്മെന്റ് ആൻഡ് ലേബർ സ്ട്രഗിൾ, colonialism in India, struggle of peasants, workers, tribal women, Sipahi, polygars, rulers and chieftains, revolt of 1857, social reform movement of India, Indian national movement and Gandhian era movement for social change, peasant struggle and national movement in modern Kerala. അപ്പൊ നമ്മൾ ഈ ഒരു സോഷ്യൽ സയൻസിന്റെ ഭാഗം നോക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഈ ഒരു കേട്ടറ്റ് പരീക്ഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇനി നിങ്ങൾ ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് എല്ലാ പരീക്ഷകൾക്കും പറയുന്ന പോലെ തന്നെ 10th ലെവല്, 12th ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, PSC പരീക്ഷകളിലെല്ലാം ഇത് ഒരുപോലെ ഈ സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മെറ്റീരിയൽ ഈ ഒരു കേട്ടറ്റോട് കൂടി മാത്രം നിങ്ങൾക്ക് ആ ഒരു പഠനത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗപ്പെടുത്തുക, മറ്റുള്ള ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കും ഇത് ഉപകാരപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയുള്ളത്. കാരണം നമ്മൾ പുതിയതും ഇതിനു മുന്നേ ഉള്ള SCRT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കൃത്യമായിട്ട് അതിലൊരു പോയിന്റ് പോലും ഒഴിവാക്കാതെ എല്ലാം ആഡ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളത്. ഇപ്പൊ കുറെ ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ വർക്കിൽ അവിടെ കുട്ടികൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓരോ ഈ വർക്ക്ഷീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, കാരണം അവിടെ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ട് സമഗ്രമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഹിസ്റ്ററിയിലെ 12 ക്വസ്റ്റ്യൻസ് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കി. ഇനി ജോഗ്രഫിയിൽ നിന്ന് 12 ക്വസ്റ്റ്യൻസ് വരുന്നു. പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ്, സൈസ്, ഷേപ്പ്, ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് ദ എർത്ത്, സീസൺസ്, ടെമ്പറേറ്റ് സോൺ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. മാപ്പ് ആൻഡ് ഇസ് ടൈപ്പ്, സ്കെയിൽ, ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, ഗ്ലോബ്. പറഞ്ഞ പോലെ നമ്മൾ ഇത് പഠിക്കാൻ, ഈ സിലബസ് പഠിക്കാൻ വേറെ അങ്ങോട്ടും പോകണ്ട. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് ആൻഡ് വെതർ, ടെമ്പറേറ്റ്, പ്രഷർ, അതുപോലെ തന്നെ റെയിൻഫോൾ ആൻഡ് വിൻഡ്സ്, ഇന്ത്യ, റിലീഫ്, ക്ലൈമറ്റ്, ഡ്രൈനേജ്, വെജിറ്റേഷൻ, ഇന്ത്യ, റിസോഴ്സസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട്, പോപ്പുലേഷൻ ഡേറ്റ ഒക്കെ അവിടെ വരുന്നു. കേരള ഫിസിയോഗ്രഫി വരുന്നു. ഡ്രൈനേജ്, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, ഹ്യൂമൻ ലൈഫ്, എൻവയോൺമെന്റൽ പ്രോബ്ലം ആൻഡ് കോൺസർവേറ്റീവ് മെഷേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ജോഗ്രഫിയിൽ നിന്ന് വരുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എക്കണോമിക്സിൽ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എക്കണോമിക് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, കോൺസെപ്റ്റ് ആൻഡ് ട്രെൻഡ്സ്, 5-year പ്ലാൻ, അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പോവർട്ടി, ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള,
മണി ആൻഡ് ബാങ്കിങ്, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്, ഇന്ത്യ ആൻഡ് കേരള, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. കോഡുകളൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാം മാക്സിമം നമ്മൾ ശ്രമിക്കുക. ഈസി ആയിട്ട് എങ്ങനെ അത് പഠിച്ചെടുക്കാം, അതിന്റെ ചിത്രങ്ങളും ചില ജോഗ്രഫിയുടെ ഭാഗങ്ങളിലൊക്കെ വീഡിയോകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി പൊളിറ്റിക്കൽ സയൻസ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ഡെമോക്രസി? പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ടൈപ്പ് ആൻഡ് ഫംഗ്ഷൻസ്, ഇലക്ഷൻ പ്രോസസ് ആൻഡ് റോൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കാനുള്ളത്. അടുത്തത് സോഷ്യൽ സയൻസ് പെഡഗോജി. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. നാച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ആൻഡ് കോറിലേഷൻ, national goals, aims, objectives of instruction, curriculum trends, principle and organization, analysis and planning of instruction, type of learners and requirement for learning, learning resource and co-curricular activities, purpose and modern trends of evaluation, methods, approach and techniques of instruction, characteristics of modern instructional strategies. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ സയൻസ് പെഡഗോജിയുടെ ഭാഗമായിട്ട് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടറ്റ് 2ന്റെ കുറച്ചൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കേട്ടറ്റ് 3 നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് കേട്ടറ്റ് 3യിൽ കാറ്റഗറി 3യിൽ വരുന്നത് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് സബ്ജക്ട് സിലബസ് ഒക്കെ വരുന്നത് ഈ ഒരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നുള്ളത്. എന്നാൽ നമുക്ക് 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളെ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എക്കണോമിക്സിന്റെ ഭാഗങ്ങൾ 5 മുതൽ 10 വരെ, ജോഗ്രഫി 5 മുതൽ 10 വരെ, അതുപോലെ തന്നെ ഹിസ്റ്ററി 5 മുതൽ 10 വരെ, പൊളിറ്റിക്കൽ സയൻസ് 5 മുതൽ 10 വരെ. ഈ ഒരു രീതിയിലാണ് നമ്മളത് പഠിച്ച് മനസ്സിലാക്കേണ്ടത്. പറഞ്ഞ പോലെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഇതിന് തുടർന്നുകൊണ്ട്, കാരണം കേട്ടറ്റ് കിട്ടിയോണ്ട് നമുക്ക് ജോലി കിട്ടൂലല്ലോ. കാരണം അടുത്ത ഇത് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് വരുന്നത്. നമുക്ക് PSC പരീക്ഷകൾ എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളത് മാത്രമാണെന്നുള്ളത്. കേട്ടറ്റ്, സെറ്റ്, നെറ്റ് ഏത് ഈ പരീക്ഷകളൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അപ്പൊ ഇനി നമ്മൾ പിന്നെ PSC എക്സാമുകൾ എഴുതാനുണ്ട്. അപ്പൊ അത് ഈ മെറ്റീരിയലുകളൊക്കെ പിന്നെ തുടർന്നും ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് അഡോളസെന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. 40 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരുന്നത്. ഈ അഡോളസെന്റ് സൈക്കോളജിന്ന് വരുന്നത് നേരത്തെ 30 ആയിരുന്നു, ഇത് 40 ക്വസ്റ്റ്യൻസ് വരുന്നു. അഡോളസെന്റ് സൈക്കോളജിയിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നു. തിയറി ഓഫ് ലേണിംഗിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് വരുന്നത് സൈക്കോളജി ഭാഗത്ത് നിന്ന് വരുന്നത്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സൈക്കോളജി ഭാഗത്ത് നിന്ന് വരുന്നത്. ഇനി അഡോളസെന്റ് സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്, അപ്പൊ നമ്മൾ നേരത്തെ കാറ്റഗറി 2ൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണുള്ളത്. അഡോളസെന്റ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, മെത്തേഡ് ഓഫ് സ്റ്റഡിങ് അഡോളസെൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓൺ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റൽ നീഡ്സ്, സൈക്കോളജിക്കൽ, ഇന്റലക്ച്വൽ, ലാംഗ്വേജ്, എമോഷണൽ ആൻഡ് സോഷ്യൽ, ഡെവലപ്മെന്റൽ ടാസ്ക്. ഇനി നോക്കാം പ്രോബ്ലം ഓഫ് അഡോളസെൻസ്. ഐഡന്റിറ്റി ക്രൈസിസ്, അണ്ടർ അച്ചീവ്മെന്റ്, പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, delinquency, health problem, adjustment mechanism, challenges and remedies. അടുത്തത് ഡെവലപ്മെന്റൽ തിയറീസ്, പിയാഷെ, ബ്രൂണർ, ഫ്രെഡ്, എറിക്സൺ, കോൾബർഗ്, സ്പെഷ്യൽ റെഫറൻസ് ടു അഡോളസൻസ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്. ഇനി അടുത്തത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഇനി ക്ലാസ്സുകൾ മെറ്റീരിയലിലൊക്കെ ആയിരിക്കും അതിന്റെ ഫുൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി തിയറി ഓഫ് ലേണിംഗ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, നാച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ. ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, മോട്ടിവേഷൻ, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്, അറ്റൻഷൻ, ആറ്റിറ്റ്യൂഡ്, ആൻസൈറ്റി, ലെവൽ ഓഫ് ആസ്പിറേഷൻ, മെമ്മറി, learning context, content of learning, learner characteristics, teacher's role. Then creativity, concept, nature, process, measurement, characteristics of creative children, relationship between creativity and achievement, fostering creativity. അടുത്ത തിയറി ഓഫ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്, കോൺട്രിബ്യൂഷൻ ഓഫ് തോണ്ടൈക്ക്, പാവ്ലോവ്, സ്കിന്നർ, കട്ട്ലെവിൻ, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസ്ബെൽ, ഗാഗ്നെ, ഗസ്റ്റർ സൈക്കോളജി, കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഇൻ ലേണിംഗ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ. ഇനി അടുത്തത് വരുന്നത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഗിഫ്റ്റഡ്, ബാക്ക്വേർഡ്, മെന്റലി ചലഞ്ചഡ്, ഫിസിക്കലി ചലഞ്ചഡ്, ലേണിംഗ് ഡിസേബിൾഡ്, പ്രോബ്ലം ആൻഡ് ചലഞ്ചസ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ്. ഇത്ര കാര്യങ്ങളാണ് തിയറി ഓഫ് ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും.
ഇനി അടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 2 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇവിടെ നമുക്ക് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് കാണാം. ടീച്ചിങ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്, സ്റ്റെപ്സ് ഇൻ ടീച്ചിങ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ലേണർ നീഡ്സ്, ക്രിയേറ്റിംഗ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് സിറ്റുവേഷൻ, എഫക്റ്റീവ് ടീച്ചർ, പ്രോഗ്രസീവ് ടീച്ചർ, ടീച്ചിങ് സ്റ്റൈൽ, teacher role, motivator, facilitator, democratic leader, guide, counselor, mentor, social engineer, classroom implication, then method and techniques of teaching, learner-centered teaching strategies, project, group discussion, activity, cooperative learning, seminars, debates, etc., effective use of ICT, AV aids, improvisation, tools and techniques of evaluation, concept of CCE and assessment, classroom management, skills in planning and implementation, decision making, positive feedback, personality of the teacher, emotional maturity, balanced personality, attitude, values and professional ethics, understanding teaching and learning in the context of NCF 2005, KCF 2007 and Right to Education Act 2009. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് വരുന്ന 15 മാർക്ക് ക്വസ്റ്റ്യൻസ്. അതിന്റെ ടോപ്പിക് നമ്മൾ കണ്ടു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടിട്ട് കാറ്റഗറി 2 കൊടുത്തിട്ടുള്ളതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മലയാളം. ഇവിടെ ഇനി നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് മലയാളം ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. അത് താല്പര്യത്തിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി മലയാളമാണ് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റുന്നത്, അതിലാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ മലയാളം അവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഭാഗം തന്നെയാണ്. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് വരുന്നത്, മലയാളത്തിൽ നിന്ന് വരുന്നത്. ഇനി ഇംഗ്ലീഷ് ആണ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊക്കെ. നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകളിലായിരിക്കും കൂടുതൽ ഇത് ഉപകാരപ്പെടുക. ശരിക്കും ഇംഗ്ലീഷും മലയാളം ഒക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യുക, അത് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ആൻസർ ചെയ്യാനും നല്ല മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അവിടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും 50 മാർക്കിന്റെ ക്വസ്റ്റ്യനും പെഡഗോജിയിൽ നിന്ന് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമുക്കറിയാം ഇംഗ്ലീഷിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, മലയാളത്തിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായതുകൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ കണ്ടെത്തേണ്ടതുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരുവിധ ആളുകൾക്ക് എല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ, ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിച്ച് അതിന്റെ ആൻസർ അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് കൂടി മാറിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോ നമുക്ക് നന്നായിട്ട് ഈ ഒരു ഭാഗം പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു ഭാഗം സൂചിപ്പിച്ച പോലെ ഈ ഒരു കേട്ടറ്റിന് വേണ്ടി മാത്രമല്ല, നമ്മൾ പറഞ്ഞു LP UP സോഷ്യൽ സയൻസിന്റെ ഭാഗം വരുന്നുണ്ട്. അതുപോലെ HSA പരീക്ഷയ്ക്ക് നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സോഷ്യൽ സയൻസ് മൊത്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം ഈ പറയുന്ന കേട്ടറ്റ് ഉദ്യോഗാർത്ഥികൾക്കോ ടീച്ചിങ് പരീക്ഷകൾ എഴുതുന്നവർക്കോ വേണ്ടി മാത്രമല്ല, ഓൾ PSC പരീക്ഷകൾ എല്ലാ പരീക്ഷയ്ക്കും തയ്യാറാവും. നമ്മൾ പറഞ്ഞ പോലെ 10ാം ക്ലാസ് ലെവൽ പരീക്ഷകൾ, 12th ലെവൽ പരീക്ഷ, ഡിഗ്രി ലെവൽ പരീക്ഷ, ഇതിനൊക്കെ ഏതുണ്ട്, ഈ ഒരു ഭാഗം സോഷ്യൽ സയൻസിന്റെ ഭാഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മെറ്റീരിയലും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കൂടി മറ്റുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയലുകൾ നിങ്ങൾക്കും എന്ത് ചെയ്യാം, പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരാൾക്ക് സോഷ്യൽ സയൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോഷ്യൽ സയൻസിന്റെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ വളരെ പക്കയായിട്ട് പറഞ്ഞ പോലെ 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്ററുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി ചാപ്റ്ററൈസേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് 5 മുതൽ 10 വരെയുള്ളത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ സിലബസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നോക്കാം. ഇതിൽ ഹിസ്റ്ററിയിൽ നിന്ന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. കേരള ഹിസ്റ്ററിയിൽ നിന്ന് പ്രീ ഹിസ്റ്ററി, മെഗാലിത്തിക് മോണുമെന്റ്, സംഘം ഏജ്, തിണാസ് ആൻഡ് കുലശേഖര, അഡ്വന്റ് ഓഫ് യൂറോപ്യൻ, മൈസൂരിയൻ ഇൻവെൻഷൻ, റോൾ ഓഫ് ബ്രിട്ടീഷ് പവർ, റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ചൻ, കുറിച്യ റിവോൾട്ട്, അഗ്രേറിയൻ സ്ട്രഗിൾ ഇൻ മലബാർ, then social reform movement and leaders, national movement in Kerala, Aika Kerala movement and the formation of the state, progress in education and health. അത്ര കാര്യങ്ങളാണ്
കേരള ഹിസ്റ്ററിയുടെ ഭാഗം. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നോക്കാം. പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ഹാരപ്പൻ കൾച്ചർ, വേദിക് ഏജ്, റൈസ് ഓഫ് ന്യൂ റിലീജിയൻ, ജനപദാസ്, മൗര്യ എംപയർ, ഏജ് ഓഫ് ഗുപ്ത ആൻഡ് വർദ്ധനാസ്, ഫ്യൂഡലിസം. Delhi Sultanate, social, political, economic and culture life. Then Mughal Empire, social, political, economic and culture life. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. Then rise of British rule, economic impact, land revenue policy, resistance against the British, revolt of 1857, emergence of nationalism, Indian National Congress, different phases of Indian national movement, Indian independence. Then integration of princely state, linguistic reorganization, foreign policy, economic planning, progress in education, science and technology. ഈ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗം പ്രീ ഹിസ്റ്ററി, ആൻഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ത്, മെസപ്പൊട്ടോമിയ, ചൈന, ഗ്രീസ്, റോം. റിലീജിയൻ, ജൂതായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, കൺഫ്യൂഷനിസം, താവോയിസം, ജൊറാസ്ട്രനിസം. ഫ്യൂഡലിസം നമുക്ക് പഠിക്കാനുണ്ട്. റിനൈൻസസ്, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, റിഫോർമേഷൻ, ഗ്ലോറിയസ് റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, നെപ്പോളിയൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രേറിയൻ റവല്യൂഷൻ, ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. Then imperialism, First World War, Russian Revolution, fascism and Nazism, Second World War, Chinese Revolution, Cold War, liberation of Vietnam and South Africa, disintegration of Soviet Union. വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് ഇതെല്ലാം. ജോഗ്രഫി 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് ടോപ്പിക്കുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമായിട്ട് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആൻഡ് പ്ലാനറ്ററി വിൻഡ്സ്, temperate zones and season, formation of forms of condensation and precipitation, atmospheric pollution and ozone depletion, global warming and climate change, change in the atmosphere due to the intervention of man. Then lithosphere, interior of the earth, plate movement, earthquake, volcanoes, weathering and its type, mountains, plateau, plain, major landform by running water, wind, wave and glacier, change in the lithosphere due to the intervention of man. Then hydrosphere, distribution of water on the earth, movement of ocean water, waves, tide, current, underground water, rain, water harvesting, change in the hydrosphere due to the intervention of man. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നു. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് നോക്കാനുള്ളത് മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി. അവിടെ റിമോട്ട് സെൻസിങ് ജോഗ്രഫിക് ഇൻഫർമേഷൻ, GIS, കോണ്ടിനെന്റ് ഓഫ് ദ വേൾഡ്, ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, വെജിറ്റേഷൻ, സോയിൽ, മിനറൽസ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ്. Then ഇന്ത്യയുടെ ഭാഗമായിട്ട് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഫിസിക്കൽ ആസ്പെക്ട്, ലൊക്കേഷൻ, ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, ഡ്രൈനേജ്, സോയിൽ ആൻഡ് വെജിറ്റേഷൻ. ഇക്കണോമിക് ആസ്പെക്ടിൽ വരുന്നത് മേജർ ക്രോപ്സ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഹ്യൂമൻ ആസ്പെക്ടിൽ പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, ഗ്രോത്ത് ആൻഡ് സെക്സ് റേഷ്യോ, മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ്. ഇത്ര കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നു. ആറാമത്തെ ടോപ്പിക് ആയിട്ട് ഏഴാമത്തത് മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡി, മാപ്പ് സ്കെയിൽ, പ്രൊഡക്ഷൻ, കൺവെൻഷണൽ സൈൻ ആൻഡ് സിംബൽ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം, ടൈപ്സ് ഓഫ് മാപ്പ്, ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. അത്രയും കാര്യങ്ങളാണ് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇംഗ്ലീഷിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു. ഇത് മലയാളത്തിൽ നന്നായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളത് മലയാളത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ നോട്ടൊക്കെ മലയാളത്തിലായിരിക്കും ഇതിന്റെ നോട്ട് ഉണ്ടാവുക. പറഞ്ഞു നന്നായിട്ട് അത് വായിച്ചു പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഈസി ആയിട്ട് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി എക്കണോമിക്സിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നോക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആൻഡ് ഇസ് കോമ്പോണന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇന്ത്യ, സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, ഇന്ത്യ ആൻഡ് കേരള, പ്രൈമറി സെക്ടർ ആൻഡ് ടെറിട്ടറി സെക്ടർ, സെക്ടേഴ്സ് ആൻഡ് ഇസ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഇൻകം, റോൾ ഓഫ് പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ജോയിന്റ് സെക്ടേഴ്സ് ഇൻ ഡെവലപ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി, ഇന്ത്യ ആൻഡ് കേരള. Then economic system and state finance. What capitalism, socialism and mixed economy, classification of government revenue and expenditure, budget, concept, types, expenditure, classification in budget, India and Kerala. അതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഡേറ്റകൾ പഠിക്കാനുണ്ട്. Money and financial system, India's financial system, banking and non-banking financial institution in India, nationalization of banks in India, developmental bank, RBI and monetary regulation. Globalization ഭാഗമായിട്ട് globalization, liberalization and privatization, multinational corporation, foreign capital types and features, international economic institution, IMF, IBRD, GATT, WTO, ADB. ഇനി പൊളിറ്റിക്കൽ സയൻസിന്റെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഡെമോക്രസി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ്, ഡെമോക്രസി ഇൻ ഇന്ത്യ, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ചലഞ്ചസ്. ദെൻ ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്. അവിടെ ആദ്യം എ ഭാഗത്ത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്,
fundamental duties, directive principles of state policy, then federal and unitary features, division of powers, amendment procedure. ഇനി ഗവൺമെന്റ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ലെജിസ്ലേച്ചർ, പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ദെൻ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്ട്, ജുഡീഷ്യൽ ആക്ടിവിസം, പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ലിറ്റിഗേഷൻ. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇതാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നു. പഞ്ചായത്ത് രാജ് ആൻഡ് നഗരപാലിക സിസ്റ്റം, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് പാർട്ടി സിസ്റ്റം, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പാർട്ടീസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ദെൻ ഹ്യൂമൻ റൈറ്റിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, UDHR, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, international organization, United Nations organization and objectives, specialized agencies, WTO, WHO, UNESCO, IMF and World Bank, UN Environmental Summit and Conference. പറഞ്ഞ പോലെ ഇതൊന്നും നമുക്ക് ഈ ഒരു കേട്ടറ്റ് പരീക്ഷയിൽ മാത്രം അവസാനിക്കുന്നതല്ല. ഈ സിലബസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ നമുക്ക് ഇനി പറയുന്ന പോലെ എല്ലാ PSC പരീക്ഷകളിലും എല്ലാ മത്സര പരീക്ഷകളിലും ഈ പറയുന്ന ഭാഗങ്ങൾ നമുക്കെല്ലാം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്നും ഒഴിവാക്കാനില്ല എന്നുള്ളതാണ്. ഇത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ഒരു കേട്ടറ്റോട് കൂടി മാത്രം അവസാനിക്കുകയല്ല, തുടർന്നുള്ള പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ദെൻ റീജിയണൽ അസോസിയേഷൻസ് ഏതൊക്കെയാണ്? നാം, സാർക്ക്, ആസിയാൻ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കാനുള്ളത്. ഇനി പെഡഗോജി 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. നമ്മൾ ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഈ പെഡഗോജി ഭാഗം കുറച്ച് സിമ്പിൾ ആണ്. നമ്മളൊരു ഒന്ന് മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്ലാസ്സിൽ. Meaning, nature, scope, importance and correlation, national goal, aims, objectives and values of instruction, taxonomy of instructional objectives and specific outcome of learning, pedagogical analysis, objectives, advantage and dimension, planning of instruction, important states and principles, method, approach and principle of instruction, traditional was modern, instructional strategies, then criticism for selection, characteristics and implication, characteristics and principle, characteristics, elements and families of models of teaching, curriculum, modern trend, principle and organizational approach, then learning resources and co-curricular activities in learning, learners' needs and types of learning, basic requirement of learning process and learning and process skills, prerequisites and student skills, evaluation purpose, modern trends and principles, types of tests and questions, merit and demerit, socials and teacher, qualities and qualification and പ്രൊഫഷണലിസം. ഇത്രയും കാര്യങ്ങളാണ് പെഡഗോജിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇനി നോക്കാനുള്ളത് പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേട്ടറ്റ് സോഷ്യൽ സയൻസിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ ഇവിടെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 8129529102 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. കാറ്റഗറി 2, കാറ്റഗറി 3യെ കുറിച്ചുള്ളതും അതുപോലെ LPSA, UPSA, ഓൾ PSC പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പറഞ്ഞു ഫിസിക്കൽ സയൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇവിടെയുള്ള നമ്പറിൽ 8590983112 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടറ്റ് ഫിസിക്കൽ സയൻസിന്റെ കാറ്റഗറി 2, കാറ്റഗറി 3യെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പറഞ്ഞ പോലെ ഈ ക്ലാസ്സുകളൊക്കെ ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. LPSA, UPSA, ഓൾ PSC പരീക്ഷകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ചാപ്റ്റേഴ്സുകളിലൊക്കെ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇപ്പോ 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിച്ചിട്ടുള്ള പല ഭാഗങ്ങളൊക്കെ നേരെ 6ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയുള്ളതൊക്കെ എടുത്ത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളൊക്കെ 9ഉം 10ലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് പഠിക്കാനും ഉണ്ട് എന്നുള്ളതാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുക. നിങ്ങൾ നോക്കുക, നമുക്ക് മൊത്തം സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട് മൊത്തം 81 ചാപ്റ്റർ ആണുള്ളത്. ടോട്ടൽ ചാപ്റ്റേഴ്സ് 81 അധ്യായങ്ങളുണ്ട്. അതിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 12 ചാപ്റ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യ കേരള ഹിസ്റ്ററിയുടെ 15 ചാപ്റ്റേഴ്സ് വരുന്നു. ജോഗ്രഫിയിൽ നിന്നാണ് കൂടുതൽ ചാപ്റ്റർ വരുന്നത്. നിങ്ങൾ നോക്കാം 21 അധ്യായങ്ങൾ ജോഗ്രഫിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ജോഗ്രഫിയിൽ ഇന്ത്യ ജോഗ്രഫി, കേരള ജോഗ്രഫി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പറഞ്ഞു ഇത് പക്ക നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് കാണുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് തോന്നുന്നത്, പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇനി പൊളിറ്റിക്സ് സോഷ്യോളജിയുമായിട്ട് നോക്കുമ്പോൾ 17 ചാപ്റ്റർ വരുന്നുണ്ട്. പൊളിറ്റിക്സ് ആണ് കൂടുതൽ. സോഷ്യോളജി ആകെ 2-3 ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ.
എന്നാൽ എക്കണോമിക്സിൽ നിന്ന് 16 ചാപ്റ്റേഴ്സ് 5 മുതൽ 10 വരെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ അടിസ്ഥാനമാക്കി സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്ന് കാറ്റഗറി 2ലും 8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ കാറ്റഗറി 3ലും ആണ് എന്നുള്ളത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, ചോദിക്കുക എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം ഒരു കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ അധ്യായങ്ങളും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ 5 മുതൽ 10 വരെ, ഇന്ത്യ കേരള ഹിസ്റ്ററിയിൽ 5 മുതൽ 10 വരെ, ജോഗ്രഫി 5 മുതൽ 10 വരെ, പൊളിറ്റിക്സിന്റെ 5 മുതൽ 10 വരെ, എക്കണോമിക്സിന് 5 മുതൽ 10 വരെ. അപ്പൊ നമുക്ക് ഇതെല്ലാം പഠിച്ചു നോക്കേണ്ടത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം 5 മുതൽ 10 വരെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ഒരു ക്ലാസ് ഓർഡറിലായിരിക്കും പോവുക. 5ന്റെ ആദ്യത്തെ 6, 7, 8, 9, 10 അങ്ങനെ വേൾഡ് ഹിസ്റ്ററിയിലുള്ള അധ്യായങ്ങൾ, ഇന്ത്യ കേരള ഹിസ്റ്ററിയിലുള്ളത് അപ്പൊ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ചാപ്റ്റർ ഏത് ക്ലാസ്സിലെയാണ് എന്നുള്ളത്, ഏത് ക്ലാസ്സിലെ എത്രാമത്തെ അധ്യായമാണെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇനി ഓരോന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വേൾഡ് ഹിസ്റ്ററിയുടെ 12 അധ്യായങ്ങൾ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോകണം. അപ്പൊ ഞാൻ ക്ലാസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല, ഇത് ഏത് ക്ലാസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് കാണാൻ പറ്റും. അവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോ 5ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമാണ് ഇത്, ഭക്ഷണവും മനുഷ്യരും. ലോക ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം. ഇനി വസ്ത്രത്തിന്റെ നാൾ വഴികൾ 5ാം ക്ലാസ്സിൽ 4ാമത്തത്, 6ാം ക്ലാസ്സിൽ 1ാമത്തത് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും, പിന്നെ ആദ്യകാല രാഷ്ട്രങ്ങൾ, ജപ്പാൻ ചരിത്രവും വർത്തമാനവും. പിന്നെ 7ാം ക്ലാസ്സിലെ 11ാമത്തെയാണ് വിവേചനത്തിനെതിരെ. ഇനി 8ാം ക്ലാസ്സിലെ 11ാമത്തെ അധ്യായമാണ് ഫ്യൂഡലിസവും മധ്യകാല ലോകവും. പിന്നെ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്, മാനവികത, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമ്പത്തും ലോകവും. കറക്റ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ലാസ്സുകൾ ഏതൊക്കെയാണ്. 5, 6, 6ാം ക്ലാസ്സിലെ, 7ാം ക്ലാസ്സിൽ 8ൽ നിന്ന് എത്ര ചാപ്റ്റർ കാണാം, 9ാം ക്ലാസ്സിൽ നിന്ന്, 10ാം ക്ലാസ്സിൽ നിന്നുള്ളത് അത് SS1 ആണ് എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നോട്ടുകളൊക്കെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി ഇവിടെ ഇന്ത്യ കേരള ഹിസ്റ്ററിയുടെ ഭാഗം 15 ചാപ്റ്റേഴ്സ് വരുന്നു. നിങ്ങൾ നോക്കുക, 6ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യവും, പിന്നെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്, സമുദ്രങ്ങളിലൂടെ. പിന്നെ 7ാം ക്ലാസ് കണ്ടോ, 7ലെ 1ാമത്തെ അധ്യായം മധ്യകാല ഇന്ത്യ, 7ലെ 2ാമത്തെ അധ്യായം മധ്യകാല ഇന്ത്യ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ആധാരശിലകൾ. ഇനി 8ാം ക്ലാസ്സിൽ നിന്ന് അധിനിവേശവും ചെറുത്തുനിൽപ്പും, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, ദേശീയ പ്രസ്ഥാനവും കേരളവും. കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ. നമ്മൾ ഇന്ത്യ കേരളമായിട്ട് ഒന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും, ഭൂമിദാനവും, ഇന്ത്യൻ സമൂഹവും, ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മളെ സിലബസിലും കണ്ടതാണ്. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാനില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ജോഗ്രഫിയുടെ ഭാഗമാണ്. നിങ്ങൾ നോക്കിക്കൊള്ളുക, 5ാം ക്ലാസ്സിൽ നിന്നും 4 അധ്യായങ്ങൾ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നു. 6ാം ക്ലാസ്സിൽ നിന്നും എത്രയാണ്, 3 എണ്ണം. 7ാം ക്ലാസ്സിൽ നിന്നും 3 എണ്ണം. 8ാം ക്ലാസ്സിൽ നിന്നും 2 എണ്ണം. 9ാം ക്ലാസ്സിൽ നിന്നും 5 അധ്യായങ്ങൾ വരുന്നു. 10ാം ക്ലാസ്സിൽ നിന്നും 4 എണ്ണം. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതാ ക്ലാസ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. അങ്ങനെ 21 അധ്യായം ഒന്ന് വരക്കാം, വായിക്കാം. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, നാടറിയാം, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, ഭൂഖണ്ഡങ്ങളിലൂടെ, സമുദ്രങ്ങളിലൂടെ, നമ്മുടെ ഭൂമി, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും, ലോകഭൂപടത്തിൽ യൂറോപ്പ്, ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല ഭൂവിൽ, ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് മാറുന്ന ഭൂമി. അങ്ങനെ 21 അധ്യായങ്ങൾ. ഇതെല്ലാം നമുക്ക് എല്ലാ പരീക്ഷകൾക്കും പഠിക്കാനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പൊളിറ്റിക്സ് സോഷ്യോളജിയുടെ ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ. 5ാം ക്ലാസ്സിൽ 6ാമത്തെ അധ്യായം ജനങ്ങൾ, ജനങ്ങളാൽ. പിന്നെ തുല്യതയിലേക്ക്, നിയമവും സമൂഹവും, രാഷ്ട്രവും ഗവൺമെന്റും. 6ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമുണ്ട്. 9ാമത്തെ അധ്യായം ഭരണഘടനയ്ക്ക് ഒരു മുഖവുര. 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും, അധികാരം ജനങ്ങളിലേക്ക്. പിന്നെ 8ാം ക്ലാസ്സിലേക്ക് പോകുന്നു. 5ാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും. ഇതൊക്കെ സോഷ്യോളജിയുടെ ഭാഗമാണ്. ആകെ 1-2 ചാപ്റ്റർ വരുന്നുള്ളൂ. ജനാധിപത്യ അർത്ഥവും വ്യാപ്തിയും, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ 9ാം ക്ലാസ്സിലെ അധ്യായങ്ങളാണ് കേട്ടോ. അതുപോലെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് സോഷ്യോളജിയുടെ ഭാഗമാണെന്നും കാണാം. പിന്നെ അതുപോലെ സാമൂഹിക വിശകലനം, സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിലൂടെ, പൊതുജനാഭിപ്രായം, ജനാധിപത്യത്തിൽ, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ ഏകദേശം 4 അധ്യായങ്ങൾ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഭാഗം, സോഷ്യോളജിയുടെ ഭാഗം, ബാക്കിയൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളത് മിക്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എക്കണോമിക്സ് 16 അധ്യായങ്ങൾ വരുന്നു. 5ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം തൊഴിൽ വൈവിധ്യങ്ങൾ, 6ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്, 6ാം ക്ലാസ്സിലെ 11ാമത്തെ അധ്യായം സ്വരുക്കൂട്ടം കരുതി വെക്കാം, 7ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ, 7ാം ക്ലാസ്സിലെ 10ാമത്തെ അധ്യായം ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. അതൊക്കെ ബജറ്റ് നമ്മൾ കണ്ടു. അവിടെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്, സിലബസിൽ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ.
ഇനി 8ാം ക്ലാസ്സിലെ 4ാമത്തെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. വിഭവ വിനിയോഗം, സുസ്ഥിരതയും കാർഷിക മേഖല നൂതന പ്രവണതകളും ഇത്രയും അധ്യായങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിൽ 4 അധ്യായങ്ങൾ വരുന്നു. ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ നമ്മൾ സിലബസിൽ കണ്ടു, മാനവവിഭവശേഷി സിലബസിൽ കണ്ടു, രാഷ്ട്ര പുരോഗതിക്കായി ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, അതുപോലെ വിലയും വിപണിയും, ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും, പണവും സമ്പദ് വ്യവസ്ഥയും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം സുസ്ഥിരതയിലേക്ക്. ഓക്കെ, അപ്പോ നമുക്കിവിടെ സിലബസ് കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൂടി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ സാധാ ഒരു PSC 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ PSC പരീക്ഷകളും ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. SCERT പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. SCERT പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സയൻസിനും സോഷ്യൽ സയൻസിനും ഒക്കെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരിക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പുതിയ ട്രെൻഡ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ SS വേൾഡ് അക്കാദമിയിലുള്ള ക്ലാസ്സുകളാണ് കേട്ടറ്റ് സോഷ്യൽ സയൻസിന്റെ കാറ്റഗറി 2, 3 ക്ലാസ്സുകളാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8129529102 812959 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇനി ടെലഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇത് കേട്ടറ്റിന്റെ ഒരു ക്ലാസ് മാത്രമല്ല, LPS, UPS എല്ലാ PSC പരീക്ഷകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. പിന്നെ വീഡിയോ കാണുന്ന ആളുകൾ കമന്റ് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് സമയം കൊടുത്ത് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്നുള്ളതൊക്കെ നമ്മളത് തിരുത്തിയിട്ട് കമന്റിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്കായിരിക്കും ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ കിട്ടുക. കാരണം ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഇവിടെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.